ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്ത് യാസീനിലെ 51 മുതൽ 64 കൂടിയ ആയത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മുൻപുള്ള പാഠഭാഗത്ത് അഥവാ 49 ഒക്കെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വൈഹത്ത് എന്ന വാക്കിലൂടെ ഒന്നാമത്തെ കാഹളം ഊത്തിനെ കുറിച്ച് പറഞ്ഞത്, അതിൻ്റെ വിശദീകരണത്തിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മാ യൻളുറൂന ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ എന്ന് അവിടെ അള്ളാഹു സംസാരിക്കുകയും അത് ഒന്നാമത്തെ കാഹളം മൂത്തിനെ കുറിച്ചാണ് എന്നും ആ കാഹളം മൂത്ത് വളരെ പെട്ടെന്ന് അവർ തർക്കിച്ചും സംസാരിച്ചും വഴക്കുകൂടിക്കൊക്കെ കൊണ്ടിരിക്കെ അവരെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. പിന്നീട് അപ്പോൾ അത് വളരെ പെട്ടെന്നായിരിക്കും വരിക. വമാ അംറു സാഅത്തി ഇല്ലാ കലംഹിൽ ബസർ, ഈ പ്രപഞ്ചത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അത് കണ്ണിമ വെട്ടുന്ന അത്രയും വളരെ പെട്ടെന്ന് നമ്മളെ തേടി അത് എത്തും, അത്ര പെട്ടെന്ന് അത് വരും എന്നുള്ളതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി പോന്നിട്ടുണ്ട്. ഈ ഒന്നാമത്തെ കാഹളത്തിലെ ഊത്തിന് ശേഷം, കാഹളമൂത്തിലെ ഒന്നാമത്തെ ഘട്ടത്തിന് ശേഷം തുടർന്ന് വരുന്ന മറ്റൊരു ഊത്ത്, അതാണ് മറ്റൊരു നഫഖിനെ കുറിച്ചാണ്. നുഫിഖ ഫിസ്സൂർ എന്നാണ് ആയത്തിലെ പ്രയോഗം. അതാണ് 51 ആയത്തിൽ അള്ളാഹു പറയുന്നത്. അതോടുകൂടി ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, ആ ഊത്തോടുകൂടി, ആ നഫഖോടുകൂടി സംഭവിക്കാൻ പോകുന്നത് എന്താ? അജ്ദാസുകളിൽ നിന്ന് റബ്ബിലേക്ക് വളരെ ധൃതിപ്പെട്ട് അവരതാ എഴുന്നേറ്റ് വരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് 52 വചനത്തിൽ അള്ളാഹു പറയുന്നത്. അവരെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞു. ഉയർത്തെഴുന്നേൽക്കുന്നതോടുകൂടി യാ വൈലന മൻ ബഅസന മിൻ മർഖദിന, ഞങ്ങളുടെ ഉറക്കിൽ നിന്ന് ഞങ്ങളെ ആരാണ് എഴുന്നേൽപ്പിച്ചത് എന്നുള്ള ഈ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഈ പുനരുദ്ധാനം അത് ആരാണ് നൽകിയത്? ബഅസ് എന്ന വാക്കിനതാണല്ലോ അർത്ഥം, പുനരുദ്ധാനം, ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഇത് ഉറപ്പായൊരു കാര്യമാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയിലുള്ള ഒരു ബർസഖിലെ ജീവിതം, അതൊക്കെയാണ് ഈ ആയത്തിലൂടെ നമ്മൾ വായിക്കുന്നത്. ഒരു ബർസഖിലെ ജീവിതം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നർത്ഥം. ബർസഖിലെ ജീവിതത്തിൽ അനുഭവിച്ച രക്ഷകള്, ശിക്ഷകള്, അതെല്ലാം അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിക്കാവുന്ന ഒരു പ്രയോഗം കൂടിയാണ് മൻ ബഅസന മിൻ മർഖദിന എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് ശിക്ഷയാണ് ബർസഖിൽ അയാൾ അനുഭവിച്ചിരുന്നത് എങ്കിൽ ഈ ബഅസോടുകൂടി, ഈ ഉയർത്തെഴുന്നേൽപ്പോടുകൂടി, ഈ പുനരുദ്ധാനത്തോടു കൂടി അയാള് മുന്നിൽ കാണുന്ന ഭീകരമായ ശിക്ഷയുടെ അനുഭവത്തിലേക്ക് അയാൾ എത്താൻ പോവാണ്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആൾ ഈ ഒരു ശിക്ഷയുടെ അനുഭവങ്ങൾ മുൻപിൽ കാണുന്നതോടുകൂടി ഇതുവരെ കഴിഞ്ഞുകൂടിയ അവസ്ഥ വളരെ നിസ്സാരമാണ് എന്നുള്ള തോന്നലിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സംസാരമാണ് മൻ ബഅസന മിൻ മർഖദിന എന്നുള്ളത്. ഞങ്ങളെ ഉറക്കിൽ നിന്ന് ആരാണ് എഴുന്നേൽപ്പിച്ചത് എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് ബർസഖിൽ സ്വർഗീയമായ സുഖാനന്ദപരമായ അനുഭവങ്ങളാണ് അനുഭവിച്ചത് എങ്കിൽ അയാൾ ആ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് മുമ്പിൽ സ്വർഗീയമായ അനുഭൂതികളിലേക്കാണ് അയാൾ എഴുന്നേറ്റ് വരുന്നത്. അപ്പോഴും അയാളുടെ മുൻപ് അയാൾ അനുഭവിച്ച ആനന്ദത്തിന്റെ അവസ്ഥ വളരെ നിസ്സാരമായിരുന്നു. വളരെ ഒരു ഉറക്കം പോലെ, ഒരു നേരിയ ഉറക്കം പോലെയുള്ള ഒരു തോന്നൽ അയാൾക്ക് ഉണ്ടായി. എന്നിടത്താണ് നല്ലവരായ ആളുകളുടെ മൻ ബഅസന മിൻ മർഖദിന എന്നുള്ള ആ ഒരു സംസാരത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇനി ഇവിടെ ഖബർ എന്നത്, ഇപ്പൊ അജ്ദാസിനാണ് തഫ്സീറിൽ നമ്മൾ ഖബറുകൾ എന്നുള്ള വാക്ക് അർത്ഥം വായിക്കുന്നത്. ഖബർ എന്നതിന് അജ്ദാസ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് കേവലം ഒരു മണ്ണിൽ കുഴിച്ച കുഴി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അജ്ദാസിനെ കുറിച്ച്, അൽ അജ്ദാസ് എന്നതിനെ കുറിച്ച് വന്നിട്ടുള്ള വിശദീകരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഹുവ മക്കാനും ബിആസിൽ മയ്യിതി മഹ്മാ കാന സവാഉൻ ദുഫിന ഔ ഗുരിഖ ഔ ഹുരിഖ എന്നൊക്കെ വന്നിട്ടുണ്ട്. അത് മയ്യത്ത് ഇംബിആസ് ചെയ്യുന്ന ഇടമാണെന്നാണ്, ഉയർത്തെഴുന്നേൽക്കുന്ന ഇടമാണ്, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഇടമാകുന്നു ഈ അജ്ദാസ്. അത് ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്ന് പറയുമ്പം അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഈ മരണപ്പെട്ട ആള് ഇനി മണ്ണിൽ മറമാടപ്പെട്ടാലും ശരി, ഇനി മുക്കിക്കൊല്ലപ്പെട്ടാലും ശരി, അല്ലെങ്കിൽ മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ശരി, അല്ലെങ്കിൽ ഹുരിഖ
ചുട്ട് കരിച്ചിട്ടുണ്ടെങ്കിലും ശരി, കരിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും ശരി, ഏതവസ്ഥയിലാണെങ്കിലും അവർക്കൊക്കെ അജിദാസ് എന്നുള്ള ഒരു ഘട്ടം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ കടന്നു വരാനുണ്ട്. അജിദാസ് എന്നുള്ളത് ആ അർത്ഥത്തിൽ വരുമ്പോൾ ഏതൊരാൾക്കും അയാളുടെ മരണത്തിന്റെ ശേഷം ഉയർത്തെഴുന്നേൽക്കുന്ന ഇടം, അതാണ് അതിന്റെ അർത്ഥം. കേവലം മണ്ണിൽ കുഴിച്ച ഖബർ എന്നുള്ള നിലക്ക് മാത്രമല്ല. സൂറത്തു അൽ മആരിജിലെ 43-ാമത്തെ ആയത്തിലും സൂറത്തുൽ ഖമറിലെ 7-ാമത്തെ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അജ്ദാസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ സൂറത്തുൽ ഖമറിലാണെങ്കിൽ പരന്ന വെട്ടുകിളികളെ പോലെ അജ്ദാസുകളിൽ നിന്ന് പുറത്തു വരും എന്നാണ് അള്ളാഹു പറയുന്നത്. അതേപോലെ തന്നെ സൂറത്തു അൽ മആരിജ് വായിക്കുമ്പോൾ ഒരൊറ്റ ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രം ലക്ഷ്യം വെച്ച് പുറത്തു വരും, അജ്ദാസുകളിൽ നിന്ന് അങ്ങനെ പുറത്തു വരും. അപ്പോൾ ആ അർത്ഥത്തിൽ ആണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അല്ലെങ്കിൽ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അജ്ദാസ് എന്നതിന് അദ്ദറാത്തു ദഖീഖ എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിസൂക്ഷ്മമായ വിത്ത് എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദറാത്തു ദഖീഖ മിനൽ ജസദ്, ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഉയർത്തെഴുന്നേൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അതിസൂക്ഷ്മമായ വിത്ത് എന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. 51 മുതൽ 54 വരെയുള്ള ആയത്തുകൾ, 4 ആയത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ പ്രധാനമായും സുപ്രധാനമായ 4 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നു. ഒന്ന്, അൽ ഖുറൂജ് മിനൽ അജ്ദാസ്, ഈ ഖബർ ജീവിതത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന, പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥ. രണ്ടാമത്തേത്, ഭൗതിക കാലത്ത് താക്കീതായും സന്തോഷമായും അറിയിക്കപ്പെട്ട സത്യം തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷത്തിലെ അനുഭവങ്ങൾ. അതിപ്പം മംബഅസനാമി മർക്കദിന എന്നൊക്കെ വായിക്കുമ്പോൾ ആ അനുഭവങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു നൽകുന്നത്. ആ സമയത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങളെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞു തരുന്നു. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഹാജരാക്കപ്പെടുന്ന ആ ഒരു അവസ്ഥ നമുക്കിവിടെ വായിക്കാൻ സാധിക്കുന്നു. നാലാമത്തേത്, പൂർണ്ണമായും നീതി ലഭിക്കുന്ന ഒരു വിധിക്ക് നമ്മൾ വിധേയരാകാൻ പോവുകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഈ ആയത്തുകളുടെ വായനയിലൂടെ ലഭ്യമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഫൽയൗമ ലാ തുളമു നഫ്സുൻ ഷൈഅൻ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. ഈ ദിവസത്തിന്റെ പ്രത്യേകത, ഒരൽപ്പം പോലും അനീതി ഒരാൾക്കും അനുഭവിക്കേണ്ടി വരില്ല. ഓരോരുത്തരും എന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തനത്തിന്റെ പ്രതിഫലം ആയിരിക്കും അവർക്ക് നൽകപ്പെടുക. അവിടെയാണല്ലോ നമ്മൾ ഏതൊരാൾക്കും ജസാഅൻ വിഫാഖ എന്നുള്ള ആ ഒരു ആയത്ത്, അനുയോജ്യമായ പ്രതിഫലം എന്നൊക്കെ പറയാവുന്നത്. തിന്മകൾക്കാണെങ്കിൽ അല്പം പോലും അധികമാകാത്ത ശിക്ഷയായിരിക്കും ലഭിക്കുക. അതാണ് ജസാഅൻ വിഫാഖ എന്നുള്ളത്. ഇനി കുറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറെ പാപങ്ങൾ പൊറുക്കപ്പെട്ട നിലയിലുള്ള അനുഭവങ്ങൾ അനുഭവിക്കേണ്ട അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാകും. അതോടൊപ്പം തന്നെ അത് തിന്മ ചെയ്ത ആൾക്കാരിൽ നിന്ന് തന്നെ കുറെ തിന്മകൾ, ചെറുദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ട തരത്തിൽ, ആ തരത്തിലുള്ള ഒരു നീതി പൂർവകമായ ഒരു വിധി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരാളോടും അനീതി കാണിക്കുകയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അതേപോലെ തന്നെ നന്മകൾക്ക് ഒരല്പം പോലും കമ്മി വരുത്താത്ത തരത്തിലുള്ള പ്രതിഫലം അതായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭ്യമാകാൻ പോകുന്നത്. അപ്പോൾ നന്മ ചെയ്തതിൻ്റെ അർഹമായ പ്രതിഫലം എന്നുള്ളത് അള്ളാഹുവിന്റെ കണക്കിൽ ഒരു നന്മക്കൊക്കെ 70 മുതൽ 700 ഇരട്ടി വരെ, ചില നന്മകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും കണക്കാക്കാൻ ഒരു കാണാത്ത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള പ്രതിഫലത്തിന്റെ മഹത്തായ പ്രതിഫലത്തിന്റെ അടയാളങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ തിന്മയുടെ ശിക്ഷയുടെ വക്താക്കള്, അവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് അവരെ മാറ്റി നിർത്തും എന്ന് അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ കുറ്റവാളികളെ എന്നായിരിക്കും അഭിസംബോധന ചെയ്യുക. ഇന്നത്തെ ദിവസം നന്മ ചെയ്തവരുടെ കൂടെ നിലക്കൊള്ളാൻ പോലും അർഹതയില്ലാത്തവരാണ് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലുകളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ മുൻകൂട്ടി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മുടെ മുൻപിലേക്ക് നൽകുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അവരെ അഭിസംബോധന ചെയ്യുന്ന മറ്റൊരു രൂപം ഇവിടെ യാ ബനി ആദമ എന്നുള്ളതാണ്. യാ ബനി ആദമ എന്ന് പറയുമ്പോൾ ഈ ശേഷം പറയുന്ന കാര്യങ്ങൾ അള്ളാഹു നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ പിതാവിന്റെ കാലം തൊട്ട് തന്നെ നിങ്ങളെ ശത്രുവായി കണ്ട് വഴികളിലാക്കാൻ ശ്രമിക്കുന്ന ആ പിശാചിനെ കുറിച്ചുള്ള ജാഗ്രതയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്.
ആ പിശാചിനെ കുറിച്ച് അള്ളാഹു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറൻ എന്നാണ്. ഒട്ടനവധി തലമുറകളെ അവൻ നിങ്ങളിൽ നിന്നുള്ള തലമുറകളെ അവൻ വഴി പിഴപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജനസമൂഹം, ജിബില്ലൻ എന്ന വാക്ക് ജനസമൂഹം എന്ന അർത്ഥത്തിൽ അള്ളാഹു ഇവിടെ ആ വാക്കാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അവ ജിബില്ലൻ എന്നുള്ള വാക്ക് അവ ഒരുപാട് ജനസമൂഹങ്ങളെ അവൻ നിങ്ങളിൽ നിന്ന് പറയുമ്പോൾ ബനു ആദം, ആദമിന്റെ മക്കളിൽ നിന്ന്. അപ്പൊ ഈ ബനു ആദം എന്നുള്ള ആ ഒരു വായന വായിക്കുമ്പോൾ പിതാവിന്റെ കാലം തൊട്ടേ തന്നെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലം തൊട്ടേ തന്നെ ഇവന്റെ ഈ കാര്യത്തിലുള്ള ജാഗ്രത നമുക്ക് വേണ്ടതുണ്ട്. കാരണം അന്നു മുതലേ ഇവന്റെ ഈ ശത്രുതാപരമായിട്ടുള്ള പണി അവൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ശക്തമായ ഉണർത്തൽ യാ ബനി ആദമ എന്നുള്ള ആ ഒരു അഭിസംബോധനയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പിശാചിനെ ആരാധിക്കരുത്, അല്ലാ തഅബുദു ശൈത്താന ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഈ പിശാചിനെ ആരാധിക്കരുത് എന്നുള്ളത് ഒരു കരാറാണ്. അലം അഹദ് ഇലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം പറയുന്നത്. എന്നിട്ട് തന്നെ അനി അഅ്ബുദൂനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം എന്നുകൂടി പറയുകയും അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആരാധനയുടെ ഓരോ ഭാഗങ്ങളും ഓരോ കാര്യം, ആരാധന എന്ന് പറയാവുന്ന ഓരോ കാര്യങ്ങളും, അതിൽ പ്രാർത്ഥനയാവാം, നമസ്കാരമാവാം, ഇനി അതല്ലെങ്കിൽ അഭൗതികമായ രീതിയിലുള്ള ഭയം, കാര്യകാരണ ബന്ധത്തിന് അതീതമായ പ്രതീക്ഷ, നമ്മൾ ചെയ്യുന്ന നോമ്പുകൾ, നേർച്ചകൾ, സഹായാർത്ഥന അഥവാ ഇസ്തിഗാസ എന്നൊക്കെ പറയുന്നത്, അതേപോലെ തന്നെ ബലികർമ്മങ്ങൾ തുടങ്ങി ഏതൊക്കെ അർത്ഥത്തിൽ ഇബാദാത്തുകൾ എന്നുള്ള നിലക്ക് അള്ളാഹുവിന് മാത്രമാക്കേണ്ട ഇബാദാത്തുകൾ, അള്ളാഹുവിന് മാത്രമേ എല്ലാ ഇബാദത്തുകളും അർപ്പിക്കാൻ പാടുള്ളൂല്ലോ. അപ്പോൾ ആ ഇബാദാത്തുകൾ മുഴുവനും അള്ളാഹുവിലേക്ക് മാത്രം നൽകുക, അള്ളാഹുവിന് മാത്രം നൽകുക, ആ ഒരു സിറാത്തുൽ മുസ്തഖീം, അതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അത്തരം ഒരു കരാറാണ് അള്ളാഹു നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം എന്നുള്ള കരാറിലൂടെ അതല്ലെങ്കിൽ പിശാചിനെ ആരാധിക്കരുത് എന്ന് പറയുന്ന ആ കരാറിലൂടെ നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നത്. ഈ കരാറിൽ നിന്നാണ് പിശാച് നമ്മളെ പിഴപ്പിക്കുന്നത് എന്ന് ഇവിടെ ഓർക്കേണ്ടതാണ്. അതിനാൽ തന്നെ പിശാച് വഴികേടിലാക്കുന്ന അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ പിശാചിന്റെ വഴികളിൽ നമ്മൾ അകപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ജാഗ്രത കാണിക്കണം. അതിൽ ജാഗ്രത കാണിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് വരാനിരിക്കുന്ന ഒന്നിനെ കുറിച്ചാണ് മുൻകൂട്ടി ഇവിടെ അള്ളാഹു പറയുന്നത്. അത്തരക്കാർക്ക്, പിശാചിന്റെ കാര്യത്തിൽ ജാഗ്രത കാണിക്കാത്ത ആളുകൾക്ക് പിന്നീട് വരാനിരിക്കുന്നത് അവര് ബുദ്ധി കൊടുത്തിട്ടില്ല, ചിന്ത കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹാദിഹി ജഹന്നമുല്ലത്തി കുൻതും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ എന്ന് പറഞ്ഞ് നരകത്തിന്റെ ഭയാനകതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കോറിയിടുന്നു. ഇതാണ് നരകം, ആ നരകമാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടത്, വാഗ്ദാനമായി നൽകപ്പെട്ടത് എന്ന് ഉണർത്തിക്കൊണ്ട് അങ്ങനെ ഒരു നരകത്തിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു ഉണർത്തലും, അതോടൊപ്പം തന്നെ നന്ദികേട് കാണിക്കുന്ന അല്ലെങ്കിൽ ആ വിശ്വാസം നിഷേധം കാണിച്ചതിൻ്റെ പേരിൽ ആ ദിവസം അവർക്ക് അതിൽ പ്രവേശിക്കേണ്ടി വരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സുലൗഹ, നിങ്ങൾ അതിലേക്ക് ഇന്നത്തെ ദിവസം പ്രവേശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ശക്തമായ ഉണർത്തൽ അല്ലെങ്കിൽ ഒരു ഇൻദാർ, മുന്നറിയിപ്പ് നമുക്കവിടെ വായിക്കാൻ സാധിക്കും. നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കരുണയുടെ വലിയ ഒരു അടയാളമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. കാരണം ഇതുവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് ഒരാളെയും ഹിസാബിന് ശേഷം നരകശിക്ഷ നൽകിയിട്ടില്ല. എന്നാൽ നൽകാനിരിക്കുന്ന ഒന്നിനെ കുറിച്ച് നിരന്തരമായി നമുക്കതിൽ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള മുന്നറിയിപ്പുകൾ അള്ളാഹു നമ്മുടെ മുൻപിലേക്ക് നൽകുന്നുണ്ട്. ആ മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷണം. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആയത്തുകൾ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് ഹുദ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ സ്വീകരിക്കാൻ അള്ളാഹുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.